പുണ്യമാണ് ചെട്ടിക്കുളങ്ങര കുംഭഭരണി. എണ്ണം പറഞ്ഞ തച്ചുശാസ്ത്ര വിദഗ്ധരുടെ നാടുകൂടിയാണ് ഓണാട്ടുകര. കരവിരുതിന്റെയും ഒരുമയുടെയും സർഗവൈഭവത്തിന്റെയും മകുടോദാഹരണങ്ങളായ കെട്ടുകാഴ്ചകളാണ് ചെട്ടിക്കുളങ്ങര കുംഭഭരണിയുടെ മാറ്റു വർദ്ധിപ്പിക്കുന്നത്. 13 ദേശക്കാരും ഏറെ ഭക്തിയോടെയാണ് ഈ കെട്ടുകാഴ്ചകൾ ഒരുക്കുന്നത്. കുത്തിയോട്ടപ്പാട്ടും ആർപ്പുവിളികളും ദേവീസ്തുതികളുമായി ചെട്ടിക്കുളങ്ങര കുംഭഭരണി ഉത്സവം ഓണാട്ടുകര വരച്ച വർണ്ണചിത്രമായി. രാവിലെ മുതൽ തന്നെ ക്ഷേത്ര പരിസരത്തും കരകളിലും ആഘോഷവും ആർപ്പുവിളികളും ഉയർന്നു. കെട്ടുകാഴ്ചകളുടെ അവസാനവട്ട മിനുക്കുമണികളായിരുന്നു പുലർച്ചെ മുതൽ. കുംഭച്ചൂട് പോലും വകവയ്ക്കാതെയായിരുന്നു ഓണാട്ടുകരയുടെ ആഘോഷം. ഇത് 8ാമത്തെ കരയാണ്. കടവൂര് 8ാമത്തെ കരയാണ്. ചെട്ടിക്കുളങ്ങരയമ്മ ആദ്യം വന്ന് ദർശനം നടത്തിയ സ്ഥലം, പാദം കുത്തിയ സ്ഥലമാണ് കടവൂര്. കരിപ്പഴ തോട് കഴിഞ്ഞ് വന്ന കരയാണ്. തേരാണ് ഞങ്ങളുടെ കെട്ടുകാഴ്ച. ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നു. അത് ഓർഡർ അനുസരിച്ചാണ് കെട്ടുകാഴ്ച കണ്ടത്തിൽ ഇറങ്ങുന്നത്. 1, 2, 3, 4, 5, 6, 7 അങ്ങനെയാണ്. ഇനി 8ാമത്തെ കരയാണ് ഇറങ്ങാൻ പോകുന്നത്. ഞങ്ങളിപ്പം നേരത്തെ വന്നുകൊണ്ട് ഇവിടെ വെച്ചിരിക്കുന്നു. അത് 8ാമത് ആ ഓർഡർ അനുസരിച്ചുള്ള ഇതനുസരിച്ച് ഞങ്ങൾ ഇറങ്ങുന്നതായിരിക്കും. ഓളത്തിന് കുത്തോട്ടപ്പാട്ട് പാടും, ആർപ്പോ വിളിക്കും. ഇതൊക്കെയാണ് ഇവിടെ നമ്മുടെ ചെട്ടിക്കുളങ്ങരയുടെ ഓണാട്ടുകാരുടെ പ്രത്യേകത. ആർപ്പോ ഈയോ, ആർപ്പോ ഈയോ. പതിമൂന്ന് കരകളിൽ നിന്നും അമ്മയുടെ മുന്നിലേക്ക് വരുന്ന കെട്ടുകാഴ്ചകളാണ് ചെട്ടിക്കുളങ്ങര കുംഭഭരണിയുടെ സവിശേഷത. മരത്തിൽ നിർമ്മിച്ച 100 അടിയോളം ഉയരത്തിലുള്ള കുതിരകളെ പങ്കെടുപ്പിക്കുന്നതാണ് ഈ കെട്ടുകാഴ്ചയുടെ മറ്റൊരു സവിശേഷത. ചെണ്ട, ഇലത്താളം എന്നീ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയും ഈ കെട്ടുകാഴ്ചയോടൊപ്പം ഉണ്ടാവും.
ഞങ്ങൾ നാസിക് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നതാണ്. ഈ ഉത്സവം കാണാൻ വേണ്ടി മാത്രം. ചെട്ടികുളങ്ങര ഭരണിയിൽ നിന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെയും കണ്ടിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കാണുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് വന്നിട്ട്. ഓണാട്ടുകരയുടെ ദേശീയോത്സവമല്ലേ, ഇത് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ, അത് കണ്ടറിയണം. അത് കണ്ടറിഞ്ഞെങ്കിലേ പറയാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം വലിയ ജനത്തിരക്കാണ്. ഒരുപാട് ഇതൊന്നും അല്ല, ഇപ്പം ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതേ രീതിയിലുള്ള ജനത്തിരക്കാണ്. ഈ നല്ല ശക്തിയുള്ള ദേവിയാണ്, എത്രയോ ഭക്തന്മാർ കാക്കുന്നൊരു അമ്മയാണ്. വിളിച്ചാൽ വിളിയേക്കുന്ന വിളിപ്പുറത്തെ ഭഗവതിയാണ്. കെട്ടുകാഴ്ചയുണ്ടല്ലോ, എല്ലാ പിന്നെ ഏതാണ്ട് 10-15 കരയുണ്ട് ഇവിടെ. അവിടുന്ന് എല്ലാം കെട്ടുകാഴ്ചയുണ്ട്. തേരുണ്ട്, വണ്ടിക്കുതിരയിൽ ഭീമനുണ്ട്, പിന്നെ പാഞ്ചാലിയുണ്ട്. ആ ഒരു പ്രത്യേകതയാണ്. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട് 13 കരക്കാരാണുള്ളത്. ആ 13 കരക്കാരുടെയും കുംഭപ്പരൻ ദിവസം 13 കെട്ടുകാഴ്ചകളുള്ളത്. ഇത് ആഞ്ഞിലിപ്പുഴ കരയുടെ കെട്ടുകാഴ്ചയായ തേരാണ്. ആഞ്ഞിലിപ്പുഴ കരയെന്ന് പറയുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 13 കരകളിൽ 9ാമത്തെ കരയാണ്. ആ കരയുടെ കെട്ടുകാഴ്ചയായ തേരിൻ്റെ മുൻപിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഈ തേരിനൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ തേരുകളിൽ ഏറ്റവും വർണ്ണഭംഗി കൊണ്ടും ഉയരം കൊണ്ടും വലിപ്പം കൊണ്ടും ഏറ്റവും മുൻപിൽ നിൽക്കുന്ന തേരാണിത്. ഈ തേര് ആഞ്ഞിലിപ്പുഴ കരയുടേതാണ്. അത് ഈ തേരിൻ്റെ കെട്ടുകാഴ്ചയുടെ ഉത്ഭവകാലം മുതൽ തന്നെ ഈ തേരിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത് ഈ ക്ഷേത്ര മുതൽക്കാലത്താണ് ചെയ്യുന്നത്. ഈ വർഷം അതുപോലെ തന്നെ ഈ കെട്ടുകാഴ്ച എല്ലാം പൂർത്തിയാക്കി ഞങ്ങളുടെ പിന്നെ 9ാമത്തെ തവണ ഇത് ഇറങ്ങുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. 8 കരകൾ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ 9ാമത് ഇറങ്ങാനൂ. അങ്ങനെ ഇവിടുത്തെ കരകൾ തമ്മിലുള്ള ആ ധാരണയെന്ന് പറയുന്നത് ഇതാണ്. ഓരോ കരയ്ക്കും കൃത്യമായി പറഞ്ഞിട്ടുള്ള സമയമുണ്ട്. ആ ഇരഴത്തേക്ക് ഇരഴവടക്കെന്നുള്ള ആ ക്രമത്തിൽ ഓരോ കരയും കെട്ടുകാഴ്ചകൾ വന്ന് ദേവിയുടെ തിരുസന്നിധിയിൽ വന്ന് ദേവീ ദർശനം നടത്തിയതിന് ശേഷം കിഴക്കുവശത്തെ കാഴ്ച കണ്ടതിൽ ഓരോ കെട്ടുകാഴ്ചയ്ക്കും പ്രത്യേകമായ സ്ഥലം തീരുമാനിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തേക്ക് പോയി അവിടെയാണ് കെട്ടുകാഴ്ച ഇരിക്കുന്നത്. അതനുസരിച്ച് 9ാമത്തെയാണ് ഞങ്ങളുടെ ഊഴമെന്ന് പറയുന്നത്. 8 കെട്ടുകാഴ്ചയും കഴിഞ്ഞ് 9ാമത്തെ കെട്ടുകാഴ്ച അതിൻ്റെ സമയമാകുമ്പോൾ ഇതിവിടെ നിന്നും നാട്ടുകാർ ഈ കരയുമായി ബന്ധപ്പെട്ട അപാലവൃത്തം ജനങ്ങൾ ഇതിൽ പങ്കെടുക്കും. അവരെല്ലാവരും കൂടെ ചേർന്ന് ദേവീ ദർശനം നടത്തി കിഴക്കുവശത്തെ കാഴ്ച കണ്ടെത്തി പിടിച്ചു വെക്കും. വേറൊരു പ്രാധാന്യം കൂടെ ഈ ആഞ്ഞിലിപ്പുഴ കരയ്ക്കുണ്ട്. ഈ ദേവിയുടെ ഐതിഹ്യം, ദേവി ചെട്ടികുളങ്ങരയ്ക്ക് വന്നിട്ടുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് ചെട്ടികുളങ്ങര കൊടുങ്ങല്ലൂരിൽ നിന്നും വന്ന മൂർത്തി എന്നുള്ളതാണ്. കൊടുങ്ങല്ലൂരിൽ വന്ന ദേവിയാണ്. എന്നാൽ കൊടുങ്ങല്ലൂരിൽ നിന്നും ദേവി വന്നപ്പോൾ ഒരു ദിവസം വിശ്രമിച്ച സ്ഥലമെന്ന് പറയുന്ന ആഞ്ഞിലിപ്പുഴ ഇതിലാണ്. അവിടെ ഒരു ദിവസം കഴിയുകയും അവിടെ നിന്ന് അത്താഴം അതിനടുത്തുള്ള വീട്ടിൽ നിന്നും അത്താഴം വാങ്ങിച്ച് കഴിക്കുകയും തൊട്ടടുത്തുള്ള വീട്ടിൽ നിന്നും ദേവിക്ക് മാറ്റി കൊടുക്കുകയും ചെയ്ത വസ്ത്രം കൊടുക്കുകയും ചെയ്തതായിട്ടുള്ള ഐതിഹ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വർഷവും ദേവി മീനമാസത്തിൽ രേവതി നാളിൽ ആഞ്ഞിലിപ്പുഴ കരയിൽ എഴുന്നള്ളുകയും അവിടെ ദീപാരാധനയും അത്താഴപൂജയും നടക്കും. അത് മറ്റ് ഇല്ലാത്ത ഒരു പ്രത്യേക കാര്യമാണ്. അത്താഴപൂജ നടക്കുന്നത് ഈ ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം കഴിഞ്ഞാൽ പിന്നെ അത്താഴപൂജ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പിന്നെ ആഞ്ഞിലിപ്പുഴ കരയിലാണ്. ആ അത്താഴപൂജ നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ പുതുശ്ശേരി അമ്പലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവിടെ ദേവീ സാന്നിധ്യമുണ്ട്. അവിടെ നിത്യപൂജയുള്ള സ്ഥലമാണ്. എല്ലാ വർഷവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രേവതി നാളിൽ ആഞ്ഞിലിപ്പുഴ പുതുശ്ശേരി അമ്പലത്തിൽ ദീപാരാധനയും അത്താഴപൂജയും ആ കരയിലെ പറയെടുപ്പും കഴിഞ്ഞിട്ട് ദേവി തിരിച്ച് ഇങ്ങോട്ട് എഴുന്നുള്ളൂ. ഇത്രയും പ്രാധാന്യമുള്ള കരയാണ്. ആ കരയുടെ കെട്ടുകാഴ്ചയാണ് ഈ തേർ. തെക്ക് നിന്ന് ഹനുമാനും പാഞ്ചാലിയും വടക്ക് നിന്ന് ഭീമനും ഈ ഉത്സവത്തിൻ്റെ മാറ്റു വർദ്ധിപ്പിക്കുന്നു. 6 കരക്കാർക്ക് കുതിരയും 5 കരക്കാർക്ക് തേരും, 1 കരയ്ക്ക് ഭീമനും 1 കരയ്ക്ക് ഹനുമാനും. അങ്ങനെയാണ് 13 കെട്ടുകാഴ്ചകൾ. കുതിരയ്ക്ക് പ്രത്യേക രൂപങ്ങളാണ്. അതിന് ഇടക്കൂടാരം, അതിന് പിന്നെ വേറെ മേളിൽ ചില കാര്യങ്ങൾ. തേരിനെല്ലാം ഒരേ രീതിയിലാണ്. അതിന് പ്രഭട അങ്ങനെയൊക്കെ ഉണ്ട്. കണ്ടില്ലേ കുതിര ഇങ്ങോട്ട് വന്നത്? എന്നാൽ കുതിരയും തേരും വ്യത്യസ്തമായ 2 കെട്ടുകാഴ്ചകളാണ്. ഇത് തമ്മിൽ പിന്നെ സാമ്യം എന്ന് പറയാനൊക്കത്തില്ല. കുതിര പ്രത്യേകമായ കുതിരയെന്ന് നമ്മൾ പറയുമ്പോൾ ആ കുതിരയുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല.
കെട്ടുകാഴ്ചയുടെ രൂപം എന്ന് പറയുന്നത് കുതിരയാണ്. അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. അതുപോലെ തന്നെ തേരിനും പ്രത്യേകതകളുണ്ട്. ഈ കുതിരയും തേരും കൂടാതെ രണ്ട് പ്രധാനപ്പെട്ട കെട്ടുകാഴ്ചകളെന്ന് പറയുന്നത് ഒന്ന് ഭീമസേനൻ്റെ പിന്നെ ബഗനെ വധിക്കാനായിട്ട് പുറപ്പെടുന്ന ഭീമസേനൻ്റെ രൗദ്ര രൂപമുള്ള അത് മറ്റം വടക്ക് കരക്കാരുടെയാണ്. അതുപോലെ അനുഗ്രഹം ചെയ്യുന്ന ഹനുമാൻ സ്വാമി അത് മറ്റം തെക്ക് കരക്കാരുടെയാണ്. ഈ രണ്ട് കെട്ടുകാഴ്ചകൾ കൊണ്ട് ചേരുന്ന ആണ് 13 കരക്കാരുടെ കെട്ടുകാഴ്ച. ഇവിടെ ആ ഓരോ കരക്കാരുടെ ആദ്യത്തെ കരക്കാരുടെ ഇവിടെ വന്ന് ദർശനം നടത്തിയതിനു ശേഷം കിഴക്കുവശത്തെ കണ്ടത്തിലേക്ക് ഇറങ്ങും. രണ്ടാമത്തെ കരക്കാരുടെയും അതുപോലെ തന്നെ വന്നിറങ്ങും. ഏതെങ്കിലും ഒരു കര വരാൻ താമസിച്ചാൽ അടുത്തവർ ഇറങ്ങാനൊക്കത്തില്ല. അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കത്തുള്ളൂ. അതിന് അതിന് ഓർഡറുണ്ട്. ഈരേഴ തെക്ക്, ഈരേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക്, കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാമ്പള്ളി, നടക്കാവ്. ഈ ക്രമത്തിലാണ് കരകളുടെ ക്രമം എന്ന് പറയുന്നത്. ഈ ക്രമത്തിൽ മാത്രമേ കെട്ടുകാഴ്ചകൾ ഇവിടെ എത്തി ദർശനം നടത്തി കിഴക്കുവശത്തെ കാഴ്ച കണ്ടത്തിൽ ഇറങ്ങുള്ളൂ. ഏതെങ്കിലും ഒരു കെട്ടുകാഴ്ചയ്ക്ക് ഇറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത കെട്ടുകാഴ്ച ഇറങ്ങിയില്ല. ഇവിടെ വന്നിരിക്കത്തേ ക്ഷേത്രം. നിറഞ്ഞു കവിഞ്ഞ ജനസഞ്ചയത്തെ സാക്ഷിയാക്കി കെട്ടുകാഴ്ചകൾ കരകളുടെ ക്രമത്തിൽ ഒന്നൊന്നായി ക്ഷേത്രമുറ്റത്തെത്തിയപ്പോൾ ഭക്തി ആകാശപ്പൊക്കത്തിലെത്തി. കുതിരകളുടെ നിറശോഭയും തേരുകളുടെ വിസ്മയവും ഭീമന്റെയും ഹനുമാന്റെയും ദാരുശില്പങ്ങളും സന്ധ്യയെ സുന്ദരിയാക്കി. ക്ഷേത്ര പരിസരത്തും റോഡിലുമെല്ലാം ജനത്തിരക്കേറിയതിനാൽ മുഴുവൻ കെട്ടുരുപ്പടികളും കാഴ്ചക്കണ്ടത്തിലെത്താൻ ഏറെ വൈകി. എത്ര വൈകിയാലും കാഴ്ച കണ്ട് തൊഴുതേ ഭക്തർ കരകളിലേക്ക് മടങ്ങിയുള്ളൂ. ഏഷ്യയിലെ തന്നെ ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളൊരു ഉത്സവമാണ് നമ്മുടെ ചെട്ടികുളങ്ങര കുമ്പപ്പരണി. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമാണ്. ഓണാട്ടുകാരുടെ മരദേവതയാണ് ചെട്ടികുളങ്ങര അമ്മ. അത് ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഇന്നേ ദിവസം ഇവിടെ വരികയും ഇതിലൊക്കെ കാണാൻ സാധിക്കുകയും ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതിൽ പങ്കുകൊള്ളാനെത്തുന്നത് ഡെയിലി ഈ ഒരു ദിവസം. അത് 13 കരയുടെ ക്ഷേത്രമാണ്. 13 കരകളെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കൂടുന്ന ഒരു ദിവസമാണ്. Incredible feast to see all of this. I think there is thousands and thousands people all going at the same place at the same moment. It is completely magic for us. It's impossible to imagine something like this in our country, of course. So it is really wonderful. And thank you to all Indian people to be able to do this kind of things. It is magic, really magic.
രഞ്ജിനി, നയനമനോഹരമാണ് ചെട്ടിക്കുളങ്ങരയിലെ ഈ കാഴ്ചകൾ. എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. ഇനിയും കാണണമെന്നുള്ള ആഗ്രഹം തന്നെയല്ലേ ഇവിടെ തോന്നുന്നത്? ഇവിടുന്ന് പോകാൻ തോന്നില്ല അല്ലേ? അതെ, തീർച്ചയായും ഈ ഓരോ കരകളിൽ നിന്ന് ഈ കെട്ടുകാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ ജനാരവമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എല്ലാവരുടെയും മുഖത്ത് ആ ഒരു സന്തോഷത്തിന്റെ തിളക്കം നമുക്ക് കാണാം. എന്തൊന്നുമില്ലാത്ത ഒരു അനുഭൂതിയല്ലേ? തീർച്ചയായും. എന്തായാലും നമുക്ക് വരും വർഷങ്ങളിലും ഈ കാഴ്ചകൾ കാണാം. പ്രേക്ഷകർക്കും ഈ കാഴ്ചകൾ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് കരുതുന്നു. വീണ്ടും ആഘോഷത്തിന്റെ ഈ ഒരു പൂർണ്ണത വീണ്ടും കാണുന്നവരേക്ക് ഞങ്ങളും വിട വാങ്ങുന്നു. നമസ്കാരം.